ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരി പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയെയും കൂട്ടിക്കൊണ്ട് സച്ചിയും രേവതിയും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സുധിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയുണ്ട്. കാരണം എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ അമ്മയും ഭാര്യയും കണ്ടു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും ഭയങ്കര സങ്കടമാവുമെന്നൊക്കെയാണ് നമ്മുടെ സുധി പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, നിന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടമായിട്ട് മേലെ, അപ്പം പിന്നെ അവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? അവർക്ക് വളരെയധികം സങ്കടവും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ, നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങ് എന്ന് പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, വരുന്ന വഴിക്ക് നമുക്ക് ഇദ്ദേഹത്തിന് ഒരു ഷർട്ട് മേടിച്ചു കൊടുക്കാറുണ്ടല്ലേ സച്ചിയേട്ടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതേക്കുറിച്ച് ഞാൻ ഓർത്തില്ല രേവതി, നിനക്കെങ്കിലും എന്നോടൊന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന് സച്ചി ചോദിക്കാണ്ടോ. അതിനുശേഷം നമ്മുടെ സുധീനെ നിർബന്ധിച്ചതിനെ വണ്ടിയിൽ നിന്ന് ഇറക്കുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ സുധി കയ്യിലുള്ള തോർത്തെടുത്ത് തല മുഴുവനായിട്ട് ചുറ്റി നാണക്കേട് മറിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. സച്ചി രേവതി അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ചന്ദ്ര നിൽപ്പുണ്ടാവും. സച്ചി അകത്തേക്ക് കയറിയതിന് ശേഷം സുധീനെ വിളിക്കുകയാണ്. കയറി വായെന്ന് പറയുമ്പോഴത്തേക്കും സുധി പടിക്കൽ വരെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ചന്ദ്ര പറയുന്നത്, കണ്ട പിച്ചക്കാരെ വിളിച്ചൊന്ന് എങ്ങോട്ടേക്ക് വരുന്നത്, രവിയേട്ടനെ ഇങ്ങോട്ടേക്ക് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് രവീനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ്. അതിനുശേഷം ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇപ്പം പിച്ചക്കാരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? പണ്ട് കൂട്ടുകാരന്മാരൊക്കെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ഇവരൊക്കെ ആയിട്ടാണ് കമ്പനി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അമ്മയൊന്നും മിണ്ടാതിരിക്കുമ്പോൾ ഞാനൊന്ന് പറയുന്ന അമ്മയൊന്ന് കേൾക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊന്നും കേൾക്കേണ്ടതില്ല, നീ ഇപ്പം തന്നെ ഈ ഭിക്ഷക്കാരനോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയേ എന്ന് നമ്മുടെ സച്ചിയോടായിട്ട് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, അമ്മയൊന്നും മിണ്ടായിരുന്നല്ലെന്നാണ് ഈ അമ്മ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എനിക്കോ ദുഃഖമോ, കണ്ട പിച്ചക്കാരെ ഇവിടുന്ന് ഇറക്കി വിടുന്നത് എനിക്ക് എന്താ ദുഃഖം, എനിക്ക് ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല, എവിടേക്കോ വലിഞ്ഞു കയറി വന്നവനാണ്, അവൻ്റെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സുധി വേഗം അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്ര, ഓ അവൻ്റെ ഒരു അമ്മ വിളി, നിന്നോട് ഞാൻ ഇറങ്ങിപ്പോവാനല്ലേ പറഞ്ഞത്, ഇവിടെയെങ്കിലും ഭിക്ഷക്കാരെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ഇങ്ങോട്ടേക്ക് ഭിക്ഷക്കാർ കയറി വരേണ്ട കാര്യമല്ല, വല്ല 10-20 രൂപ വല്ല അവൻ്റെ നിന്ന് മേടിച്ചിട്ട് ഇവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടോളാനായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് രേവതിയും പറയുന്നുണ്ട്, അമ്മ ഒന്നും മിണ്ടാതിരിക്കും, ഇദ്ദേഹം ആരാണെന്ന് അമ്മയ്ക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നിനക്ക് നാണയില്ലേ രേവതി, കണ്ട പിച്ചക്കാരെയൊക്കെ അദ്ദേഹം എന്നൊക്കെ വിളിക്കാനായിട്ട്, അവനോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുധി വേഗം അമ്മ എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ ഈ സുധിയുടെ അമ്മ എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര വേഗം കാത് കുത്തിയിട്ട്, ഓ എനിക്കിത് കേട്ടിട്ട് സഹിക്കാൻ പാടില്ല, അവൻ്റെ അമ്മ വിളി, രേവതി നീ ഒരു കാര്യം ചെയ്യുക, അടുക്കള ചെന്ന് വല്ല പഴങ്കഞ്ഞെങ്കിൽ അത് കൊടുത്തിട്ട് ഇവനെ പറഞ്ഞു വിടാൻ നോക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ സച്ചി രേവതിയൊക്കെ ഇങ്ങനെ ചന്ദ്രയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര ഒരു രീതിക്ക് തന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. ആ ഒരു സമയത്ത് സുധി വേഗം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എന്തായാലും മുന്നോട്ട് തന്നെ കയറി ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത്, നിക്ക് ഈ പിച്ചക്കാരൊക്കെ എങ്ങോട്ടേ പോകുന്നത്, രവിയേട്ടൻ കണ്ടില്ല, അവൻ എന്ത് അഹങ്കാരത്തോടെ അകത്തേക്ക് കയറി വരുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സുധി വേഗം തൻ്റെ തലയിൽ തോർത്തുമുണ്ട് ഒരു മാറ്റിയതിന് ശേഷം പറഞ്ഞ, അമ്മ ഇത് ഞാൻ അമ്മയുടെ മകൻ സുധി എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും അതിലുപരി നമ്മുടെ രവിക്കും ഭയങ്കര ഷോക്കാവാണ്ട്. ചന്ദ്ര വേഗം തന്നെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ സുധി, ഇത് മോനെ, നീ എന്താ ഈ ഒരു കോലത്തിൽ, അമ്മയ്ക്കിത് സഹിക്കാനാവുന്നില്ല, നീ എന്താ ഇങ്ങനെ ഒരു വേഷത്തിൽ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, താൻ അമ്പലത്തിലേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് ഭിക്ഷ എടുക്കുകയായിരുന്നു ഇദ്ദേഹം എന്ന് നമ്മുടെ രേവതി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത് കേട്ടോ. ശ്രുതി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇതെൻ്റെ അമ്മ അകത്തൊക്കെ ഭിക്ഷക്കാർ കയറി വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നീ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കാനായിട്ട് ചന്ദ്ര പറയുകയും ശ്രുതിയെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത്, ശ്രുതി നീ എൻ്റെ ഈ ഒരു വേഷത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്കും അതൊരു വലിയ ഷോക്കാവാട്ടെ. ശ്രുതി വേഗം തന്നെ അടുത്തേക്ക് ചെല്ലാൻ ഒരുങ്ങുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, പാർലറുടെ അടുത്തേക്ക് ചെല്ലൊന്നും വേണ്ട, ഇത് മറ്റേതൊരു ഭിക്ഷക്കാരൻ്റെ ഡ്രസ്സാണ്, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞാൽ മതി. രേവതി പറഞ്ഞ പ്രകാരമാണ് ഞാൻ അമ്പലത്തിലേക്ക് ചെന്നത്. അവിടെ ചെന്ന സമയത്ത് പല ഭിക്ഷക്കാർക്കും ഇടയിൽ നിന്ന് ഭിക്ഷ എടുക്കുകയായിരുന്നു, ഇവൻ എൻ്റെ കൂടപ്പിറപ്പല്ലേ, അപ്പോൾ അവൻ ഇങ്ങനെ രൂപത്തിൽ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും സച്ചി ഒരു പ്രത്യേക സ്നേഹത്തോടെ ദയനീയ അവസരത്തിൽ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രുതി. അതിനുശേഷം ശ്രുതിയും ചന്ദ്രയും എല്ലാം തന്നെ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, എന്ത് കാര്യത്തിനാണ് ശ്രുതി ഇങ്ങനെ ഒരു വേഷം കിട്ടിയത്, ഇതിന് വേണ്ടിയിട്ടാണ് നീ ഇത്രയധികം പഠിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി പറയുന്നത്, ഇവൻ മനസ്സാലെ തന്നെ ഭിക്ഷ എടുക്കാൻ പോയതല്ലായിരുന്നു, ഇന്നൊരു ദിവസത്തേക്ക് മാത്രമായിട്ട് മറ്റൊരു സന്യാസി പറഞ്ഞിട്ട് പോയതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവി പറയുന്നുണ്ട്, ഇത്രയധികം പഠിച്ചവനല്ലേ നീ, പിന്നെ എന്തിനാണ് കണ്ട സന്യാസിമാരെ വാക്ക് കേൾക്കാൻ പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി ആണെങ്കിലും പറയുന്നുണ്ട്, എത്ര വർഷങ്ങളായിട്ട് അവിടെ ഭിക്ഷ എടുക്കുന്ന പലരും ഉണ്ട്, അങ്ങനെയായിരുന്നു അവരൊക്കെ പണ്ടേക്ക് കൊണ്ട് രക്ഷപ്പെട്ടു പോയതിനെ, ഇങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുകയാണ്. വേഗം തന്നെ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല, 14 ലക്ഷം, അതായത് എൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കണമെന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദിവസത്തെ ഭിക്ഷ എടുക്കണമെന്നാണ് സന്യാസി പറഞ്ഞത്. ഞാൻ പലരോടും ചോദിച്ചു, എൻ്റെ അമ്മയോട് ചോദിച്ചു, ശ്രുതിയോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ പണമില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് എൻ്റെതായ മാർഗ്ഗം കണ്ടെത്തണ്ടേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കും
ശ്രുതിക്കും ചന്ദ്രയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, മോനെ അതിന് അമ്മ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല, നമുക്കിനി ആകെയുള്ള സ്വത്ത് എന്ന് പറയാനായിട്ട് ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ തരില്ല എന്ന് പറഞ്ഞത്, നീ അതിന് വേറൊന്നും ചിന്തിക്കണ്ട എന്ന് നമ്മുടെ ചന്ദ്ര പറയുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, എന്തായാലും ഇനി അതേക്കുറിച്ചൊരു ചർച്ച ഇവിടെ വേണ്ട, അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ, എന്തായാലും ശ്രുതി നീ ഇങ്ങനെ ചെയ്യരുത്, കണ്ട സന്യാസിമാർ പറയുന്ന കേട്ട് അങ്ങനെ ചെയ്യാനും നിൽക്കാതെ നീ നിന്റെ അച്ചീവ്മെന്റ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് വേണ്ടത്. അത് നിനക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ തന്നെ സാധിക്കും. നീ ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് 14 ലക്ഷം രൂപ എങ്ങനെയല്ല ഒപ്പിക്കാൻ സാധിക്കും, അല്ലാതെ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പോകരുത് എന്നൊക്കെ ഇങ്ങനെ രവിയും പറയുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി ശ്രുതിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്, ഇത്രയും പഠിച്ചിട്ടും ഇവൻ എന്ത് കാര്യത്തിന് ഇങ്ങനെയൊക്കെ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കടാ, അവൻ എന്തായാലും സങ്കടപ്പെട്ട് വന്നിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ ഇപ്പോഴും അവൻ അവിടെ നിന്ന് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നേനെ എന്ന് പറയുമ്പോഴത്തേക്കും ആർക്കും ഒരു അക്ഷരം പോലും മിണ്ടാനില്ല കേട്ടോ. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, പാർലറെടുത്ത് സുധീനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് അവനൊന്ന് ഫ്രഷ് ആവട്ടെ, അതിനുശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സുധീനെ കൂട്ടിക്കൊണ്ട് ശ്രുതി റൂമിലേക്കായിട്ട് പോകുന്നുണ്ട്. രവി ആണെങ്കിൽ നമ്മുടെ സുധിയുടെ ഒക്കെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന റൂമിലേക്ക് ചെന്നതിന് ശേഷം സുധി ഫ്രഷ് ആവാനായിട്ട് ബാത്റൂമിലേക്ക് കയറാൻ ഒരുങ്ങുന്ന സമയത്ത് ശ്രുതി വേഗം പിന്നിൽ നിന്ന് കുറേ തല്ലുവാണ് കേട്ടോ സുധീനെ. എന്നിട്ട് പറയാം, നീ എന്തിനാ സുധി ഇങ്ങനെ കാണിച്ചത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാഴ്ചയല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുധി പറ്റിപ്പോയതാണ്, എനിക്ക് എൻ്റെ ആഗ്രഹം നേടിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത് സുധി, ഇതിന് രൂപത്തിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവുന്ന ഒരു കാര്യമല്ല, സുധീനെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്, അപ്പോൾ ഇങ്ങനെയുള്ള സുധി ഇതേ രൂപത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണ്, സുധിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്, സുധിയുടെ ഡ്രീം നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ നിന്നോട് 14 ലക്ഷം രൂപ ചോദിച്ച സമയത്ത് നീ എന്നെ വഴക്ക് പറയാറില്ല, മാത്രമല്ല ജോലി ഇല്ലാന്ന് പറഞ്ഞ് നീ എന്തോ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ജോലി കിട്ടിയ സമയത്ത് നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നൊക്കെ സുധി പറയുമ്പോഴത്തേക്കും അതിനുള്ള പണം എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടായിരുന്നു സുധി, നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്, എന്തായാലും നീ ഇനി മേലിൽ ഇങ്ങനെ ഡ്രസ്സും ധരിച്ച് എൻ്റെ മുന്നിലേക്ക് വരരുത്, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റുകയില്ല, എൻ്റെ ജീവിതം തന്നെ നീയാണ് എന്നൊക്കെ സുധി പറയുമ്പോഴത്തേക്കും ശ്രുതിയോടായിട്ട് സുധി സോറിയൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ വർഷ റെസ്റ്റോറൻറ്റിലേക്കായിട്ട് ചെല്ലുകയാണ്. റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ സുഹൃത്ത് കാണുന്നുണ്ട് കേട്ടോ. വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, വാ വർഷ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് അകത്തുണ്ടല്ലോ, എന്താ വർഷ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല, എനിക്ക് ശ്രീകാന്തുമായിട്ടും സംസാരിക്കണം, അവനോടൊന്ന് വരാൻ പറയാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷ എവിടെ ഇരുന്നോ, ഞാനിപ്പോൾ തന്നെ വിളിക്കാമെന്ന് ഈ സുഹൃത്ത് പറയാട്ടെ. വേണ്ട, ഞാൻ പുറത്തുണ്ടാവും, അവനോട് അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വർഷ പുറത്തേക്ക് പോവുകയാണ്. ഈ സുഹൃത്താണ് ചെന്ന ഉടനെ തന്നെ ശ്രീകാന്തിനോടായിട്ട് പറയുന്നത്, ശ്രീകാന്തിനെ നിന്നെ കാണാനായിട്ട് വർഷ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ കാണാനോ, ഈ റെസ്റ്റോറൻറ്റിൽ അതിൻ്റെ കാര്യം എന്തായിരുന്നു, അവളോട് ഞാനിവിടെ ഇല്ലായെന്ന് നിനക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് നീ നേരത്തെ പറയണമായിരുന്നു, വർഷ വരുന്ന സമയത്ത് നീ ഇവിടെ ഇല്ല എന്ന് പറയണമെന്ന് പറഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ, എന്തായാലും വർഷയോട് ഞാൻ നീ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്, നീ എന്തായാലും അവളുടെ അടുത്തേക്ക് ചെല്ല്, പിണക്കൊക്കെ മാറ്റാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിന്റെ സുഹൃത്ത് ശ്രീകാന്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. വർഷയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ, ഫുഡ് നിനക്ക് ഓർഡർ ചെയ്യണമെന്നാണ് നീ വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടേ തരികയില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഫുഡ് ഓർഡർ ചെയ്യാനല്ല ഞാൻ വന്നത്, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് വന്നതാണ്, നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിൻ്റെ വീട്ടിലേക്ക് വരികയില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും പറയും, അതെനിക്ക് ഇഷ്ടപ്പെടുകയില്ല, ഞാൻ തിരിച്ചെന്തെങ്കിലും പറയും, അത് വലിയൊരു പ്രശ്നമാകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷ പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല, നീ എന്തായാലും എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നേ മതിയാവൂ എന്നൊക്കെയാണ് വർഷ പറയുന്ന സമയത്താണ് ശ്രീകാന്തിന്റെ സുഹൃത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യത്തിനിടയ്ക്ക് നിങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്കേറി സംസാരിക്കാമെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാണ്, വർഷ ഇവൻ താമസിക്കുന്ന റൂം എന്ന് പറഞ്ഞൊരു കുടിസു മുറിയാണ്, 3-4 പേർക്കാണ് ആകെ കിടക്കാൻ പറ്റില്ല, അതിൻ്റെ കൂടെ ഇവരും കൂടെ ചെന്നപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു പോലും കിടക്കാൻ പറ്റാത്ത സ്ഥലമാണ്, ഇവൻ മര്യാദയ്ക്കൊന്നും ഉറങ്ങുന്ന പോലും ഇല്ല എന്നൊക്കെ സുഹൃത്ത് പറയുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ. വർഷ ചോദിക്കുകയാണ്, നീ എന്തിനാ ശ്രീകാന്ത് ഇത്ര അധികം ബുദ്ധിമുട്ടി ജീവിക്കുന്നത്, നിനക്കെന്തായാലും എൻ്റെ കൂടെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും നിൻ്റെ വീട്ടിലേക്ക് വരികയില്ല എന്നൊക്കെ ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് സുഹൃത്ത് പറയുകയാണ്, എടാ നിന്നെ അവളെ വീട്ടിലേക്ക് വിളിക്കുന്നത് കേട്ടില്ലേ, വർഷയുടെ കൂടെ വീട്ടിലേക്ക് ചെല്ലുക, എന്തായാലും ഇവിടെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല, നിന്റെ സൗകര്യത്തിനനുസരിച്ച് നിനക്ക് നല്ലൊരു വീട് കിടക്കുന്ന സമയത്ത് എന്തിനാ ഇവിടെ വന്ന് ബുദ്ധിമുട്ടുന്നതിനൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നീ എന്തായാലും അകത്തേക്ക് ചെല്ല്, ഞാൻ എന്തായാലും വരാമെന്നും പറഞ്ഞുകൊണ്ട് ആ സുഹൃത്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഇതിനിടെ തന്നെ വർഷ പറയുന്നുണ്ട്, സച്ചിയേട്ടൻ കാണാൻ വന്നിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എന്താ സച്ചിയേട്ടൻ വീണ്ടും ആരെങ്കിലും തല്ലിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തല്ലി എന്ന് വർഷ മറുപടി പറയാനായിട്ട് പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ വീട്ടിൽ വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി അച്ഛനെ വീണ്ടും തല്ലിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും
അച്ഛനെയല്ല തല്ലിയത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ റോഷൻ വർഷയെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തിയതും സച്ചി ആ സമയത്ത് വന്നപ്പോൾ തന്നെ രക്ഷിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വർഷ തുറന്നു പറയാട്ടെ. ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൻ്റെ അഹങ്കാരം ഇതുവരെയും കുറഞ്ഞില്ലേ, അവൻ എത്ര തല്ല് കിട്ടിയതാണ്, പിന്നെയും നിന്റെ പുറകെ നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ചോദിക്കുമ്പോഴത്തേക്കും എന്തായാലും കൃത്യസമയത്തിന് സച്ചേൻ അവിടെ വന്നു, എന്നെ രക്ഷിച്ചു, അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുന്നുണ്ട്. അതിനുശേഷം വർഷ വീണ്ടും പറയുന്നുണ്ട്, എന്നും കരുതിക്കൊണ്ട് നിങ്ങൾ ഇതിന്റെ സച്ചേനോളം ദേഷ്യം എനിക്കൊന്നും മാറിയിട്ടൊന്നുമില്ല, എൻ്റെ അച്ഛനെ തല്ലി കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാനും പോകുന്നില്ല, ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം രക്ഷിച്ചത് കൊണ്ട് തന്നെ ആ ഒരു നന്ദി എനിക്ക് എന്നും ഉണ്ടാകുമെന്ന് വർഷ പറയുകയാണ്. അപ്പം നമ്മുടെ സച്ചേനോടുള്ള വർഷയുടെ ആ ഒരു ചെറിയ പിണക്കങ്ങളൊക്കെ ഒരു പകുതിക്കെങ്കിലും മാറിയെന്ന് ഓർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വർഷ വീണ്ടും പറയുന്നുണ്ട്, ശ്രീകാന്ത് നമുക്ക് പോകാം, എന്തായാലും ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല, എൻ്റെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എങ്ങോട്ടേക്കും ഇല്ല എന്ന് പറയുകയാണ് ശ്രീകാന്ത്. പെട്ടെന്ന് തന്നെ വർഷ പറയുകയാണ്, നിന്റെ വീട് അതാണോ, അതാണ് എൻ്റെ വീട്, ഞാൻ നിന്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് വലിയ ഷോക്കാവുണ്ട്. ശ്രീകാന്ത് ചോദിക്കുന്നത് തമാശ പറയുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് തമാശയൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, നിനക്ക് എപ്പോൾ എന്തൊക്കെ മാറ്റം വരുമെന്ന് പറയാൻ പറ്റുകയില്ല, ഇപ്പോൾ ഒരു സ്വഭാവമാണെങ്കിൽ പിന്നീട് മറ്റൊരു സ്വഭാവമായിരിക്കും, നിനക്കിപ്പോൾ എന്താ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ തോന്നിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി വരുന്നുണ്ട് ശ്രീകാന്ത്, നമ്മുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്, പിന്നെ എപ്പോൾ എൻ്റെ മൈൻഡ് മാറുമെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റുകയില്ല, ഇപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം, നീ വേഗം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് ശ്രീകാന്തിനോടായിട്ട് പറയുകയാണ്. ശ്രീകാന്ത് നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന വർഷയെ ശ്രീകാന്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.